സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ തലമറക്കാതെ പുറത്തിറങ്ങുന്ന അനേകം മുസ്ലിം പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇത് അനുവദനീയമല്ലെന്ന് അറിയാത്തതിന്റെ പേരിലല്ല, ചില പ്രത്യേക സ്ഥാപനത്തിൽ തന്നെ പഠിക്കണമെന്ന ദുർവാശി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സമുദായക്കാരെ അനുകരിച്ചത് കൊണ്ടോ പരിഷ്കാര ചിന്ത കൊണ്ടോ ആണ് പലരും ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതത്തെപ്പറ്റി അവർ ആലോചിക്കാറില്ല. പൂർണമായ വസ്ത്രം ധരിച്ച് ഇസ്ലാമിക വേഷത്തോടുകൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന അനേകം സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വർഗീയ വിഷം തുപ്പുന്ന ഇടുങ്ങിയ മനസ്സുള്ള ചില മാനേജ്മെന്റുകൾ ശിരോവസ്ത്രം അഴിച്ചുവെക്കുവാൻ നിർബന്ധം പിടിക്കുന്നുവെങ്കിൽ അവരെ സ്ഥാപനത്തിൽ തന്നെ പഠിക്കണമെന്ന് നമുക്കെന്താ ഇത്ര നിർബന്ധം? അത്തരം സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ നിലവാരം പുലർത്തുന്നതോ ആയ അനേകം സർക്കാർ സ്ഥാപനങ്ങളും അല്ലാത്ത സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഏതായാലും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ശിരോവസ്ത്രം അണിയാതെ ഔറത്ത് വെളിപ്പെടുത്തി പഠിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നതിലെ നിയമങ്ങളും അതിനെക്കുറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകളും നമ്മുടെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. വിശുദ്ധ